കോപ്പിയിലേക്കൊന്ന് പോയി വരാം. കോപ്പി, ഇതാദ്യമായിട്ടാണോ ഈ ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിലുള്ള ഈ എസ്റ്റേറ്റിൽ വന്യമൃഗശല്യം ഉണ്ടാവുന്നത്? ആദ്യമായിട്ടാണ് അവിടെ വന്യജീവി അറിയുന്നത്. അതെ, കടുവ ഇറങ്ങുന്നത് ആദ്യമായിട്ടെന്നാണോ? മറ്റ് വന്യജീവികൾ ഇവിടെ ഇറങ്ങിയിരുന്നോ നേരത്തെ? മറ്റ് ജീവികൾ ആന ശല്യമുണ്ട്, കടുവ ശല്യങ്ങളുണ്ട്, എല്ലാ ശല്യങ്ങളുണ്ട്. പക്ഷേ മനുഷ്യനെ പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പും കടുവയോ പുലിയോ കാട്ടുപോത്തോ ആനയോ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഓ, ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മളെ വീട്ടിലെല്ലാം ആന ഇറങ്ങിന്. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തെല്ലാം ആന വന്നാ. ഇന്ന് ഈ രാധ കാപ്പി വിള എടുക്കാൻ പോകുന്ന സമയത്താണ് കടുവയെ ആക്രമിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എപ്പോഴാണ് കോപ്പി വിവരം അറിയുന്നത്? എങ്ങനെ ആക്രമിച്ചു എന്നാണ് കോപ്പി മനസ്സിലാക്കുന്നത്? വിവരം അറിയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പത്തരയായി. പത്തര സമയത്ത് ടെൻഡർ ബോൾട്ട് മലയുടെ ചുറ്റി വരുന്ന സമയത്ത് അവിടെ കുറച്ച് ചോരയും ഒരു കത്തിയും ചെരുപ്പും കണ്ട്. അത് കണ്ടപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലേക്ക് അവർ വന്ന് ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ, അവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ സ്ഥലത്ത് നമ്മളും കൂടി പോയി. ടെൻഡർ ബോൾട്ട് കൊടുത്ത് അവർ അവിടെ ചെന്ന് നോക്കുമ്പോൾ പുലിയുടെ കാൽപ്പാട് കാണുന്നുണ്ട്, അവളുടെ കത്തിയും ചെരുപ്പും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ പറമ്പിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് പിടിച്ചത്. അത് കാട്ടിലായിരുന്നോ ഈ രാധയുടെ മൃതദേഹം കിടന്നിരുന്നത്, അതോ നമ്മുടെ എസ്റ്റേറ്റിൽ തന്നെയായിരുന്നോ? അല്ലല്ല, കാട്ടിലേക്ക് എസ്റ്റേറ്റ് നമ്മളെ പറമ്പിന്ന് പിടിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയത്. ഓക്കെ, കിട്ടുന്ന സമയത്ത് ഇത് രാധയാണെന്ന് മനസ്സിലായിരുന്നോ കോപ്പി? മീറ്റർ അകലത്തേക്ക് വലിച്ചു. രാധയാണെന്നുള്ളത് മനസ്സിലായത് ചെന്നതിൻ്റെ കണ്ടതിന് ശേഷമാണ് മനസ്സിലാവുന്നത്. അതായത് കടുവ ഈ കാപ്പിത്തോട്ടത്തിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നിരിക്കണം. രാധ വന്നു, രാധയെ ആക്രമിച്ചു, ശരീരത്തിൻ്റെ ഒരു ഭാഗം ഈ നരഭോജി കടുവ ഭക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അത് കാട്ടിന്ന് കടുവ കാട്ടിലാണ് ഉള്ളത്. കാട്ടിന്ന് വന്ന് ഇറങ്ങിയ സമയത്താണ്, പറമ്പിലേക്ക് ഇറങ്ങിയ സമയത്താണ് പിടിക്കുന്നത്. ആ സമയത്ത് മറ്റു തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ലേ അവിടെ കോപ്പി? ഇല്ല, ഓൾ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ. പിടിച്ച ഉടനെ തന്നെ ഈ കാട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കണം, അല്ലേ? ആ നിലവിളിയൊന്നും ആരും കേട്ടതുമില്ല. ആരും കേട്ടില്ല, നിലവിളിച്ചിട്ടോ ഒന്നുമില്ല. നമ്മളവിടെ തന്നെ പറമ്പിൽ കാപ്പി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിളിക്കോ ഒന്നും ഒരു ഒച്ചയും കേട്ടിട്ടില്ല. ഈ കോപ്പി, ഈ വനത്തിൽ നിന്ന് എസ്റ്റേറ്റിനെ വേർതിരിക്കാൻ എന്തെങ്കിലും സൗരോർജ്ജ വേലിയോ ട്രെഞ്ചോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫെൻസിങ്ങുകളോ എന്തെങ്കിലും സുരക്ഷാ വേലി മാർഗങ്ങളോ അവിടെ ഉണ്ടോ? ഉണ്ട്. ഷോക്ക് ലൈനുണ്ട്. അതിന് പകല് ഷോക്കില്ല. ആ ഷോക്ക് ലൈൻ വന്ന് വിട്ടിട്ട് ഒരു 10-15-20 മീറ്ററിൻ്റെ പുറത്ത് വെച്ചാണ് പിടിക്കുന്നത്. ഷോക്ക് ലൈനിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ല, പുറത്ത് വെച്ചിട്ടാണ് പിടിക്കുന്നത്. അതായത് ഒരു വന്യജീവിക്ക് ഈ ഇല്ലാതെ തന്നെ വേലി മറികടന്ന് ഈ എസ്റ്റേറ്റിലേക്ക് വരാൻ കഴിയും, അല്ലേ? ഓ കഴിയും. എന്താണ് കോപ്പി നിങ്ങളുടെ ആവശ്യം സർക്കാരിൽ നിന്ന്? സംഭവിച്ചത് സംഭവിച്ചു. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേറെ ആൾക്കും സംഭവിക്കാതിരിക്കണം. അതിനുള്ള സംവിധാനം സർക്കാർ ചെയ്യണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ ഇത് സംഭവിച്ച പോലെ വേറെ ഒരു മനുഷ്യനും അത് ഇനി മേലാൽ അങ്ങോട്ട് സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഒന്നാമത് നമ്മളെ വീട്ടിലേക്ക് ഒരു വഴി സൗകര്യമോ ഒരു റോഡ് സൗകര്യമൊന്നും കാര്യമായിട്ടില്ല. അതും കൂടി പരിഹരിച്ച് തരണം. ഒരു വണ്ടി രാത്രിക്ക്, നമ്മളൊരു രോഗിയാണ്, വണ്ടി രാത്രിക്ക് വരണമെങ്കിലോ പോകണമെങ്കിലോ ഈ പ്രിയദർശന എസ്റ്റേറ്റിലെ റോഡ് അങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒരു വണ്ടി വിളിച്ചാലോ വരുമില്ല. അങ്ങനെയുള്ള സംവിധാനമാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ആനയും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങാറുണ്ടോ അവിടെ? ഇടയ്ക്കിടയ്ക്ക് ആനയും കാട്ടുപോത്തും ഇതാ നമ്മളെ പറമ്പ് കൂടെ വീട്ടിൻ്റെ അടുത്ത് വരായിക്കൊല്ല ആനയെല്ലാം
എത്തിയതാണ്. ഭയപ്പാടോടുകൂടിയാണ് ജീവിക്കുന്നത് അല്ലേ? ലോക്കൽ അതിന് പിന്നെ അതെ, ഭയപ്പാട് ഏത് സമയം ഭയപ്പാട്, രാത്രിയും പോകലും. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. Debate with Dr. Arun Kumar.